ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പെരുന്നാൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ 6:30-ക്കാണ് നമ്മളുടെ നമസ്കാരവും കാര്യങ്ങളൊക്കെ. തലേദിവസം ഒരു 3:30 മണിയൊക്കെ ആയി നമ്മൾ കിടന്നപ്പോൾ. തലേദിവസം വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കുമ്പോൾ ഒരു 3:30 ആയി. പിന്നെയും 5:20 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. കുട്ടികളൊക്കെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്താത്തായും കുഞ്ഞുറങ്ങണോണ്ട് ഇത്താത്ത ഇരുന്നോളാം, എൻ്റെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞ്. ഞാനും ഒരുപാട് നാളായി അങ്ങനെ പള്ളിയിലേക്ക് പോക്കില്ല. ഹാജിമ ഉള്ളതുകൊണ്ട് ഇക്കായും പിള്ളേരും മാത്രമേ പോകാറുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി റെഡിയായി അങ്ങനെ ഇറങ്ങി. നല്ല റഷായിരുന്നു. കഴിഞ്ഞ തവണയൊക്കെ ഇത്രയും ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അൽവാസൽ കംപ്ലീറ്റ് ബിൽഡിങ്സും ഓപ്പണായി എല്ലാത്തിലും മാളായി കഴിഞ്ഞപ്പോൾ പള്ളിയിൽ സ്ഥലമില്ലാതെ ആയിട്ടാണ്. നമ്മൾ ചെന്നപ്പോൾ തന്നെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. മുറ്റത്ത് തന്നെ നിന്നിട്ടാണ് നിസ്കരിച്ചത്. ചെന്നപ്പോഴത്തേനും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പുറത്ത് ഈദ്ഗാഹും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മലയാളം കുത്തുബയും ഒക്കെ ഉള്ള സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഇവിടെ ഇങ്ങനെ പള്ളിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ആ സമയത്ത് റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങലും ഭയങ്കര ടാസ്ക്കാണല്ലോ. പിള്ളേരാണെങ്കിലും ഒരു ഉറക്കപ്പിച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ കുളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തായാലും സമയം വൈകുമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെയാണ് പോയത്. പുറത്ത് പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മലയാളം കുത്തുബയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ കുറച്ചും കൂടി അതാണല്ലോ നല്ലത്. അങ്ങനെ നമ്മളിവിടെ തന്നെ പള്ളി കൂടി. അങ്ങനെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പാർക്കിലേക്ക് വന്നിട്ടാണ് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാർക്കിൽ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ ഇത്താത്തായില്ല, പിന്നെ കുഞ്ഞും നല്ല ഉറക്കമാണല്ലോ. പിന്നെ അവരായിട്ട് റെഡിയായിട്ട് ഇറങ്ങിയിട്ട് ഫോട്ടോസ് ബാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഫോർ സ്ക്വയറിൽ നിന്നാണ് കേട്ടോ കഴിക്കണേ. അപ്പോൾ രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോൾ പോയി മട്ടൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ഥിരം ഉണ്ടാക്കണ മന്തി ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചത്. അങ്ങനെ പള്ളിയിൽ നിന്ന് തിരിച്ച് വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 9:45 ആ ഒരു സമയമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹാറൂനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫ്രണ്ട്സും ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊരു ബോക്സിൽ മിഠായിയും ഒക്കെ ആയിട്ട് ഹാറൂനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫോർ സ്ക്വയറിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇക്കാടെ കൊച്ചാപ്പാടെ മോനും ഉണ്ട് കേട്ടോ, അവനും വന്നിട്ടുണ്ടായിരുന്നു. മെട്രോയിൽ പോയിട്ട് അവനെയും കൂടി പിക്ക് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ പോണ വഴിക്ക് ഷോപ്പുകളൊക്കെ അടച്ചിട്ടേക്കണം. അപ്പോൾ ഹാസിം സ്ഥിരം കാറ് വാങ്ങിക്കുന്ന ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് തുറക്കാനും പറ്റണില്ല, അതിൻ്റെ അകത്ത് ആളും ഇല്ല. മൂപ്പര് കുറേ നേരം അവിടെ നിന്നിട്ടാ കാറ് കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കൂടെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവരെയൊന്നും വലിയ പരിചയക്കുറവോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യാനും ഒന്നും പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. അത് തന്നെ സമാധാനം, എല്ലാവരുമായിട്ടും കണക്ഷൻ ഉണ്ട്. അപ്പോൾ ചെന്ന പാടെ മൂപ്പര് അവിടുത്തെ പെപ്സി അവിടെ ഇരിക്കണേന്ന് അറിയാലോ, പെപ്സി പോയി എടുത്ത് കൂടി തുടങ്ങിയിട്ടുണ്ട്. സ്ഥിരമായിട്ട് പോണ ഹോട്ടലുകളിൽ എവിടെ ഇരിക്കണേന്ന് ആൾക്ക് കറക്റ്റ് സ്ഥലം അറിയാട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര മാറ്റി വെച്ചാലും അവിടെ ഉള്ളവരുടെ പുറകെ നടന്ന് ഫോഴ്സ് ചെയ്ത് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾ നമ്മളുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് കൊടുത്തോളാനും പറയും. അറിയാം പെപ്സി ഈ പ്രായത്തിലൊക്കെ കൊടുക്കുന്നത് ഒട്ടും നല്ലതല്ല എന്നറിയാം, പക്ഷെ ചില സാഹചര്യങ്ങളിൽ അങ്ങനെയാണല്ലോ. പിന്നെ ബാക്കിയുള്ളത് കുറച്ച് കുടിച്ചിട്ട് ബാക്കിയുള്ളത് മൂപ്പര് അങ്ങനെ തന്നെ അവിടെ ഒഴിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ വന്നു. പൊറോട്ടയും ബീഫും, കുറച്ച് പേര് ഗീ റോസ്റ്റ്. ഞാൻ സാൻഡ്വിച്ച്, ക്ലബ് സാൻഡ്വിച്ചാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് ഇവിടുത്തെ ക്ലബ് സാൻഡ്വിച്ച് ഭയങ്കര ഇഷ്ടമാണ്, ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ടല്ലോ. അപ്പോൾ അതാണ് പറഞ്ഞത്. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പൊറോട്ടയും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീഫ് കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു 7 മണി ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഹോട്ടൽ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ബൊഫേ ഉണ്ടായിരുന്നു. നമുക്ക് മെസ്സേജ് വരും. ഓൾറെഡി നമ്മളുടെ വാസൽ വില്ലേജിൽ ഇഷ്ടം പോലെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതിൽ ഫോർ സ്ക്വയറിൽ നിന്നുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. റമലാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ പെരുന്നാളിൻ്റെ അന്നും അവർ ബൊഫേ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 22 ദിർഹംസിൻ്റെ ഫുഡൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് നേരത്തെ എല്ലാവരും അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ അത്ര റഷോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ ഇന്ന് നമ്മുടെ മട്ടൻ മന്തിയും ചെറിയൊരു ക്യാരറ്റ് ബോൾ പുഡിങ്ങും ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചത്. അങ്ങനെ ഒരു 4 വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് പാലും കുറച്ച് ഷുഗറും ഇട്ടിട്ട് നല്ല പേസ്റ്റായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ്. പിന്നെ പെരുന്നാൾ കൂടാനായിട്ട് എൻ്റെ കസിനും കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു വ്ളോഗിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ,
എൻ്റെ കസിനും കൂടി അവളും കൂടി വരുന്നുണ്ട്. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് റിഗിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആവും, ഈവനിങ് ഒക്കെ ആവും. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ, അപ്പോൾ ഇങ്ങോട്ടേക്ക് പോരാൻ പറഞ്ഞിട്ട് ആൾ എത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് തലേ ദിവസം തന്നെ ഞങ്ങൾ വാങ്ങിയിട്ട് മസാലയൊക്കെ തേച്ച് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ മന്തിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്ത് അതും ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുഡിങ്ങും തലേ ദിവസം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ക്ലീനിങ്ങും എല്ലാം കൂടി ആയപ്പോൾ ടൈം ഉണ്ടായിരുന്നില്ല. നമ്മൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് 12 മണിയായപ്പോൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് 2 മണിയായപ്പോൾ വന്ന് കുട്ടികളെയൊക്കെ ഉറക്കി. പിന്നെ വീട് നല്ല മെസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് അടിച്ചു വാരലും തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ചിക്കൻ മസാലയൊക്കെ തേച്ച് പിന്നെ മന്തിക്കുള്ള ഇതെല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ 3 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ താത്തായും സോഫയിൽ തന്നെ കിടന്നുറങ്ങി. ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും പറയാനുണ്ടല്ലോ. ഒരുപാട് നാളത്തെ കാണുമ്പോൾ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് കഥകളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ സംസാരിച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ ഉറങ്ങുകയാണ് ചെയ്തത്. എന്തായാലും അറിയാമല്ലോ, നേരത്തെ എഴുന്നേൽക്കുകയും വേണം. നമ്മൾ വിളിച്ചെഴുന്നേൽപ്പിച്ച് പിള്ളേരെ റെഡിയാക്കാൻ പെരുന്നാൾ നിസ്കാരം കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ക്യാരറ്റിൻ്റെ പുഡിങ്ങിന് വേണ്ടിയിട്ട് ക്യാരറ്റ് നല്ലോണം അരച്ചെടുത്തിട്ട് അത് നെയ്യിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറുന്ന വരെ അത് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് റവയും പിന്നെ 1 കപ്പ് പാലും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അത് ആ ഒരു പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന വരെ നമ്മളതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് ഏലക്കയും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പാൻ അതെനിക്ക് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഒരു സെറ്റായിട്ട് ഒരു 4 പാനിൻ്റെ ഒരു സെറ്റായിട്ട് അങ്ങനെ വാങ്ങിയിട്ട് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അതിന്ന് പെരുന്നാളൊക്കെ ആയിട്ട് ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ തതയുടെ മോനും അവനും വന്നിട്ടുണ്ട് കേട്ടോ കിച്ചണിലേക്ക്. അപ്പോൾ അവൻ ഇളക്കി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെന്നി വന്നപ്പോൾ അവൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് കുറച്ച് സോൾട്ടഡ് വെജീസും പിന്നെ കുറച്ച് ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആൾ ഈദ്ഗാഹിനൊക്കെ പോയി വന്നപ്പോൾ ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ചായയും എഗ്ഗ് ബുൾസയും ആക്കി കൊടുത്തു. പിന്നെ സോൾട്ടഡ് വെജീസ് പിന്നെ ആക്കിയിട്ട് അതും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്യാരറ്റ് ഒന്ന് സെറ്റായി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ചെറിയ ബോൾസ് ആക്കി അങ്ങനെ അത് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പാലും മിൽക്ക് മെയ്ഡും കോൺഫ്ലവറൊക്കെ ആയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് എടുക്കുകയാണ് കേട്ടോ ഈ പുഡിങ്. ഇത് ഞാൻ ഷമീസ് സോൺ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലുണ്ടല്ലോ, അതിൽ കണ്ടിട്ട് അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ നിഹാലിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ ബോൾസ് ആക്കിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബോൾസൊക്കെ സെറ്റായി കഴിഞ്ഞിട്ട് ഇനി നമ്മളുടെ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. പിന്നെ 2-3 ടേബിൾ സ്പൂൺ നമുക്ക് എത്രത്തോളം തിക്നെസ് വേണോ അതനുസരിച്ച് കോൺഫ്ലവർ പാലിൽ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ല തിക്കാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ബോൾസ് ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുഡിങ് റെഡിയാവും. അപ്പോൾ ഇക്ക് ഓസ്ട്രേലിയൻ മട്ടനാണ് കേട്ടോ പതിവ് പോലെ വാങ്ങിയേക്കണത്. ഒരു 3 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല തൈരും സോൾട്ടൊക്കെ തേച്ച് വെള്ളമൊന്നും ഇല്ലാതെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് അത് രാവിലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നെന്നി കുട്ടികൾക്ക് ചെറിയ ബോക്സിൽ ഗിഫ്റ്റും ഈദി കൊന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ കേട്ടോ. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഓരോരുത്തർക്കും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ഈദ്ഗാഹിന് പോയപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആൾ ലേറ്റ് ആയതും ഫുഡ് കഴിക്കാതെയൊക്കെ ആയതും. അപ്പോൾ കുക്ക് ചെയ്യാറായി കഴിഞ്ഞപ്പോൾ ഇക്ക പയ്യെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മട്ടൻ ഓൾറെഡി വേവിച്ച വെള്ളം ആണ് കേട്ടോ അരി വേവിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓയിലൊക്കെ ഒഴിച്ച് സവാളയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒക്കെ വഴറ്റി വേവിച്ച മട്ടനും ഇട്ട് ഓൾ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് പിന്നെ വെള്ളമൊക്കെ അളന്ന് അതിലേക്ക് ഒഴിച്ച് അരിയൊക്കെ ഇട്ട് നമ്മുടെ മന്തി റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കവും വലിയ ഗ്രീൻ മുളകുണ്ടല്ലോ, ബജിയുടെ മുളക്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക്. പിന്നെ നമ്മുടെ ചിക്കൻ്റെ ക്യൂബ്, അറബിക് മസാല ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ആക്കിയത്. സെയിം ഞാൻ ഒരുപാട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് റെസിപ്പി ഷെയർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ആ സെയിം മന്തി തന്നെയായിരുന്നു ഇവിടെ. ഇക്കയുടെ മന്തി തന്നെ എല്ലാവർക്കും മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയതാണ് കേട്ടോ. അങ്ങനെ ചോറൊക്കെ അതേ പാകമായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളമുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 5-10 മിനിറ്റ് സ്മോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സ്മോക്കും ചെയ്യാം. ചെറിയൊരു ഫ്ലെയിം താഴെയും കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളവും വറ്റി
നല്ല സെറ്റായി വരും റൈസ്. അപ്പോൾ അങ്ങനെ സ്മോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചിക്കനും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മന്തിക്ക് കോമ്പിനേഷനായിട്ടൊരു തൈരിൻ്റെ ഒരു സാലഡ്, നോർമൽ കുക്കുംബറും ക്യാരറ്റൊക്കെ കട്ട് ചെയ്തിട്ട് അതും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോയുടെ ഒരു സാലഡ് ഉണ്ടല്ലോ, ടൊമാറ്റോയും പച്ചമുളകും ഒക്കെ കൂടി മിക്സ് ചെയ്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് അതിന് ശേഷം അതിലേക്ക് തൈരിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ പപ്പടവും, പിന്നെ ഇത്താതെ വന്നപ്പോൾ എനിക്ക് അച്ചാർ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒക്കെ ആയിട്ടാണ് സെർവ് ചെയ്യണേ. പിന്നെ കുറച്ച് നേരം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഉറക്കം ഒട്ടും ശരിയായിട്ടില്ലല്ലോ. ഒരു 1-2 മണിക്കൂറല്ലേ കിടന്നത്. ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. എന്നാലും വിശക്കുന്നുമുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു 5 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എമ്പുരാൻ്റെ ടിക്കറ്റ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്താത്തയുടെ മോനാണെങ്കിൽ പിറ്റേ ദിവസം അവന് പോവേ വേണം. അവൻ ജർമ്മനിയിലാണ് പഠിക്കണത്. അപ്പോൾ അവൻ പോണേക്ക് മുമ്പ് ജസ്റ്റ് അങ്ങനെ ഫിലിം കാണാമെന്ന് വിചാരിച്ചിട്ട് ടിക്കറ്റ് നോക്കിയിട്ട് അങ്ങനെ എല്ലാവർക്കും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്താത്ത വന്നില്ല, കുഞ്ഞിനെ നോക്കിയിട്ട് ഇവിടെ ഇരുന്നോളാം, ഞങ്ങളുടെ അടുത്ത് പൊക്കോളാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത്. അതിനിടയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റായി എല്ലാം ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച്. ഇത് മക്ലൂവ പോലെ അങ്ങനെ തിരിച്ച് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എല്ലാവർക്കും താളത്തിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ താളത്തിലേക്കൊന്നിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആണുങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഹാസിമ് ഇക്കാനെ കഴിക്കാനൊന്നും സമ്മതിക്കേണ്ടായിരുന്നില്ല. ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ താത്ത അവനായിട്ട് അപ്പുറത്തേക്ക് പോയി ചെറിയ രീതിയിലൊന്ന് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്ന് സെറ്റാക്കി വന്നു കഴിഞ്ഞപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു. അങ്ങനെ അവരുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ. അടിപൊളിയൊക്കെ തന്നെയായിരുന്നു. പിന്നെ അവരുടെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലേഡീസൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി. അങ്ങനെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പാട്ട് പാടിയൊക്കെ അങ്ങനെ ഇരുന്നിട്ടാ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും നല്ലോണം ഒന്ന് കിടന്നുറങ്ങി. അങ്ങനെ ഉറക്കം ഒട്ടും ശരിയായിട്ടുണ്ടായിരുന്നില്ല. റമദാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങി ഉറക്കം രാത്രിയില്ല. വെളുപ്പിന് ഉറങ്ങിയാലും എനിക്കതിന് ഒരുപാട് നേരം കിടക്കാൻ പറ്റുന്നില്ല കേട്ടോ. പണ്ടൊക്കെ കട്ടിൽ കണ്ട അപ്പോൾ ഉറങ്ങിപ്പോണ ഒരാളായിരുന്നു. ഇപ്പോൾ എനിക്ക് ഉറക്കം ഭയങ്കര കുറവാണ്. അപ്പോൾ അതിന് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ സാധ്യതയുള്ള ഒരു സംഭവമാണെന്നൊക്കെ പറഞ്ഞു അതെനിക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു കേട്ടോ. ഒട്ടും ശരിയല്ല ഉറക്കം ഇല്ലാത്തത്. ഉറക്കം 8 hours കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉറങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ഹാർട്ട് അറ്റാക്ക് വരാനൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഉറക്കമില്ലായ്മ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് കുറേ ക്ലാസ്സൊക്കെ എടുത്ത് തന്നെ കുറേ വഴക്കൊക്കെ പറഞ്ഞ്. എനിക്കറിയില്ല, എനിക്ക് ഉറങ്ങി കിടന്നാലും കുറച്ച് നേരം കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ എണീറ്റ് പോരും. അങ്ങനെയൊക്കെ ഒരു അത് ഞാനായിട്ട് ഉറങ്ങാത്തതല്ല, എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. ഞാൻ പെട്ടെന്ന് ഉറക്കം തെളിഞ്ഞെണീറ്റ് പോരും. അതാണ് എൻ്റെ പ്രശ്നം. അങ്ങനെ ഇപ്പോൾ ഈ സമയത്തൊക്കെ എനിക്ക് ഒട്ടും പറ്റണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും ഒന്ന് കിടക്കണം എന്നുള്ളൊരു ടയേർഡായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഉള്ളപ്പോൾ പണികൾ കുറച്ച് കൂടുമല്ലോ. അപ്പോൾ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും അൽഹംദുലില്ലാ ഇതൊക്കെ അടിപൊളിയായി തന്നെ പോയി. ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും പുഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല പുഡിങ്ങായിരുന്നു. പക്ഷേ ആ ബോൾസിന് കുറച്ചും കൂടി മധുരം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായേനെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാവരുടെയും പുറകെ കിടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ സച്ചുവിനോട് കൊടുത്തിട്ട് എപ്പോഴും അവനോടാണ് ഞാൻ അഭിപ്രായം ചോദിക്കണേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ കറക്റ്റ് മൂപ്പര് പറയും. കുറച്ചും കൂടി ആ ബോൾസിന് മധുരം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെന്ന് അങ്ങനെ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നിനി. കോപ്പിറൈറ്റ് ഇഷ്യൂ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വോയിസ് ഇടാത്തത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിന്നെ രാത്രി 9:30 കേട്ടോ എമ്പുരാൻ്റെ ഫിലിമിൻ്റെ സമയം. സഹാറ മാളിൽ പോയിട്ടാണ് അങ്ങനെ ഫിലിം കണ്ടത്. ഇതിനി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ. സിസ്റ്റേഴ്സിന് ഓർമ്മ വന്നു എന്ന് പറഞ്ഞു അവൾ അങ്ങനെ ആ ഒരു ബോക്സ് കണ്ടപ്പോൾ. അവളെ ഞങ്ങൾക്ക് തന്നെങ്കിലും ഞങ്ങളുടെ മക്കളാണത് കഴിച്ച് തീർത്തത്. അൽഹംദുലില്ലാ. അങ്ങനെ രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റിട്ട് പിന്നെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഷാർജ സഹാറ മാളിലായിരുന്നു ഫിലിം. ആസിമ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവരും കൂടി റെഡിയായി ഇറങ്ങണ കണ്ടപ്പോൾ ചെറിയ രീതിയിലൊരു ചിണുങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു സെക്ഷനായിട്ട് ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. ആദ്യം പിള്ളേരൊക്കെ കൂടി ഒരുമിച്ച് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇറങ്ങുമ്പോൾ ഒരു ബഹളമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇത്താതായിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ. ആൾ പെട്ടെന്ന് എല്ലാവരുമായിട്ട് ഇണങ്ങി. കൂടുതലും ഇത്താത നന്നായിട്ട് ആളെ പുന്നാരിച്ച് കൊണ്ടു നടക്കണോണ്ട്
നല്ല സ്നേഹമായിരുന്നു. ഞങ്ങൾ പോന്നിട്ട് പിന്നെ എന്നെ ഒന്ന് അന്വേഷിക്കുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയായിരുന്നു. ഞങ്ങൾ ചെന്നതും ഇരുന്നപ്പോൾ തന്നെ ഫിലിം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. ഫിലിമിൻ്റെ കാര്യം പറയാതെ വയ്യ, അടിപൊളിയായിരുന്നു. ഒരു ഇൻ്റർനാഷണൽ മൂവി കണ്ട ഒരു ഫീലായിരുന്നു കേട്ടോ. എന്തായാലും പൃഥ്വിരാജിൻ്റെ ആ ഒരു എഫേർട്ട് അത് ഈ ഒരു കാര്യത്തിൽ പറയാതിരിക്കാനേ വയ്യ. അത്രയ്ക്ക് എൻജോയ് ചെയ്തു. നല്ലൊരു പടമായിരുന്നു. അങ്ങനെ ഒരു മണിയോടുകൂടി അവിടെ നിന്ന് പോന്നു. പോരുന്ന വഴിക്കൊരു ഫ്രൈഡ് ചിക്കനൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വന്ന് കഴിച്ചു. ഇതായിരുന്നു ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എല്ലാവരുടെയും പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ആഘോഷിച്ചു, നല്ല രീതിയിൽ ആഘോഷിച്ചു എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.